മലയാളികൾ ഒരുപാട് സ്നേഹത്തോടെയും അസൂയയോടെയും നോക്കുന്ന ഒരു കുടുംബമാണ് പേളിയുടെയും ശ്രീനിഷിന്റെയും. രണ്ടാമത്തെ മകൾ നിറ്റാരയുടെ നൂലുകെട്ടിന്റെ വീഡിയോ ഇതിനോടകം വൈറലാണ്. തന്റെ ആരാധകർ ഇൻസ്റ്റാഗ്രാമിലൂടെ ചോദിച്ച ചില ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയാണ് പേളിമാണി. ചില ചോദ്യങ്ങൾ ഇങ്ങനെ: നിലവും നിറ്റാരയും ഉള്ളതിനാൽ പേളിക്ക് ഉറക്കം കിട്ടുന്നുണ്ടോ എന്ന ചോദ്യത്തിന് നിറ്റാര രാത്രിയിൽ ഒരിക്കൽ മാത്രമേ പാല് കുടിക്കാൻ ഉണരുകയുള്ളൂ, നിലയും രാത്രിയിൽ ഉറങ്ങും, അതിനാൽ രാത്രി ഉറക്കത്തിന് ബുദ്ധിമുട്ടൊന്നുമില്ലെന്നായിരുന്നു മറുപടി. ഒരു ആരാധികയുടെ ചോദ്യം: എങ്ങനെയാണ് എപ്പോഴും ഇങ്ങനെ പ്രസന്റബിൾ ആയിരിക്കുന്നത്? നിങ്ങൾ എനിക്കൊരു ഇൻസ്പിറേഷനാണ് എന്നായിരുന്നു. ഇതിന് പേളിയുടെ മറുപടി ഇങ്ങനെ: ഞാൻ എപ്പോഴും പ്രസന്റബിൾ അല്ല, പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് ഒരാൾക്ക് ധരിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല ആഭരണം ചിരിയാണെന്നാണ്. പ്രസവശേഷം മുടികൊഴിച്ചിൽ അധികമായി കാണുമല്ലോ, അതിനെന്തെങ്കിലും ടിപ്സ് ഉണ്ടോ എന്ന ചോദ്യത്തിന് പേളിയുടെ മറുപടി ഇങ്ങനെ: തീർച്ചയായും മുടികൊഴിച്ചിലുണ്ടായി, പക്ഷെ ഞാൻ സ്ഥിരമായി സീക്രട്ട് ഹെയർ ഓയിലിൽ നിന്ന് ബ്ലാക്ക് ചാം ഓയിൽ സ്ഥിരമായി ഉപയോഗിക്കുന്നു. ആരോഗ്യമുള്ള മുടിക്കായി ഇതെന്റെ ആത്മാർത്ഥമായ റെക്കമെൻഡേഷനാണ്. എനിക്കത് നന്നായി വർക്കാവുന്നുണ്ട്. എന്റെ മുടികൊഴിച്ചിൽ കൺട്രോളിലാണ്. മുലപ്പാലാണോ ഫോർമുല മിൽക്കാണോ കുഞ്ഞിന് നൽകുന്നത് എന്ന ചോദ്യത്തിന് മുലപ്പാൽ മാത്രം എന്നായിരുന്നു മറുപടി. ആരാണ് നിറ്റാര എന്ന പേര് സജസ്റ്റ് ചെയ്തത് എന്നായിരുന്നു ഒരു ചോദ്യം. അതിനുള്ള മറുപടി ഞെട്ടിക്കുന്നതായിരുന്നു. ഡെലിവറിക്ക് കയറുന്നതിന് മുമ്പ് വേദനയിലിരിക്കുമ്പോഴാണ് ആ പേര് എൻ്റെ മനസ്സിലേക്ക് വന്നത്. ഉടനെ ശ്രീനിഷും പറഞ്ഞു അത് മനോഹരമായ പേരാണെന്ന്. നിറ്റാര എന്ന പേരിന്റെ അർത്ഥവും പേളി പറയുന്നുണ്ട്. ഉറച്ച വേരുകളുള്ളവൾ എന്ന് അർത്ഥം വരുന്ന ഒരു സംസ്കൃത വാക്കാണത്. സ്ട്രോങ്ങും ഇൻഡിപെൻഡന്റും ക്രിയേറ്റീവും ഇന്റലിജന്റുമായ പെൺകുട്ടികൾക്ക് നൽകുന്ന പേരാണ് നിറ്റാര. ഇവർ പ്രകൃതി സ്നേഹികളും കൂടിയാണ്. 2 മക്കളുടെ അമ്മയായിട്ടും മുമ്പത്തെ അതേ വൈബ് എങ്ങനെ നിലനിർത്തുന്നു എന്ന ചോദ്യത്തിന് തലേ ദിവസം പ്രേമലു സിനിമ കാണാൻ പോയ ചിത്രം പങ്കുവച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണോ അത് ചെയ്യൂ എന്നായിരുന്നു മറുപടി. മക്കൾക്കായി ഏറ്റവും കൂടുതൽ എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവർ എപ്പോഴും സന്തോഷമായിരിക്കണം, അവരെന്ത് ചെയ്താലും ആസ്വദിച്ച് ചെയ്യണം, അവർക്കിഷ്ടമുള്ള രീതിയിൽ ജീവിക്കണം എന്നതാണ് എന്ന് പേളി പറഞ്ഞു.